തണുപ്പത്ത് നല്ല ചൂട് രസം ഊതി ഊതി കുടിക്കാനൊരു രസമല്ലേ. അപ്പം ഞാനുണ്ടാക്കുന്ന തട്ടിക്കൂട്ട് രസം റെസിപ്പി കാണിക്കാം. കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ആവശ്യത്തിന് ജീരകം, കുരുമുളക് പൊടി, ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചൂടുവെള്ളത്തിൽ കുറച്ച് പുളി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് ആഡാക്കാം. ഇപ്പോൾ ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ 25 നോമ്പ് സ്റ്റാർട്ടായിട്ടിരിക്കുമ്പോൾ എന്ത് കറി വെക്കണമെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വേഗം ഷെയർ ചെയ്ത് കൊടുത്തോളി. പിന്നെ രസത്തിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ആഡാക്കി കൊടുക്കും. എന്നിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ ആഡാക്കിയ ശേഷം നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ, പുളിയുടെ ആ വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ചുള്ള പുളി കൂട്ടിയിട്ടും വെള്ളമൊക്കെ കൂട്ടിയിട്ടും നിങ്ങളുടെ അളവിനനുസരിച്ച് ആഡാക്കാം. ഞാനിവിടെ ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്, അപ്പം അതനുസരിച്ചാണ് ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ മുമ്പ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടുള്ളതുണ്ടല്ലോ, ആ സംഭവം കൂടി ആഡാക്കിയതിന് ശേഷം ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലെ മെയിൻ സംഭവമായിട്ടുള്ള കായത്തിന്റെ പൊടി ഇടാൻ മറക്കും. അപ്പൊ ഞാനിവിടെ ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന കായാണിത്. അപ്പൊ ഇതാണ് ആഡാക്കി കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ആഡാക്കിയതിന് ശേഷം ലാസ്റ്റ് നന്നായി ഒന്ന് തിളച്ച് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡി. ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള രസം റെസിപ്പി അല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തോളി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.